കൊല്ലം ഏരൂരിൽ ഓയിൽ പാം തൊഴിലാളിക്ക് വെട്ടേറ്റ സംഭവത്തിൽ പ്രതിക്കെതിരെ വധശ്രമത്തിന് ഏരൂർ പോലീസ് കേസെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. ഏരൂർ ഭാരതിപുരം തുമ്പോട് രതീഷ് ഭവനിൽ 40 വയസ്സുള്ള രതീഷാണ് റിമാൻഡിലായത്. മഴ കൊണ്ട് വെട്ടേറ്റ ഓയിൽ പാം തൊഴിലാളി പ്രതീഷ് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഓയിൽ പാമിനുള്ളിൽ പ്രതീഷും മറ്റു തൊഴിലാളികളും ചേർന്ന് വെട്ടിയ എണ്ണപ്പനക്കുലകൾ കൂട്ടിവെച്ചിരുന്നത് ഒരു സംഘം സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചിരുന്നു. ഇതിനെ തുടർന്ന് തൊഴിലാളികൾ ഓയിൽ പാം മാനേജ്മെന്റിന് പരാതി നൽകുകയും മാനേജ്മെന്റ് സംഭവത്തിൽ ഏരൂർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ രതീഷാണ് ഇതിന് പിന്നിലെന്ന് തൊഴിലാളികൾക്ക് സംശയം ആരോപിച്ചിരുന്നു. എണ്ണപ്പനക്കുലകൾ നശിപ്പിച്ച സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയതിന്റെ വൈരാഗ്യത്തിൽ ഓയിൽ പാമിനുള്ളിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന പ്രതീഷിനെ മഴവുമായി എത്തിയ രതീഷ് വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. പിന്നെ ബിജു വെട്ടിവെച്ച 170 കൊലയുണ്ട്. ഇതിപ്പോൾ ആദ്യമായിട്ടുള്ള സംഭവമാണ്. ഇങ്ങനൊരു ഇതുവരെ നമുക്കുള്ള ഈ എസ്റ്റേറ്റിനകത്ത് ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ ഈ കുഴിയിൽ നിന്നും കുണ്ടിയിൽ നിന്നും ഒക്കെ എടുത്ത് വലിച്ച് ചുമന്ന് എനിക്കാന്ന് ഇപ്പം മെഡിക്കൽ കോളേജ് ഒരു ഓപ്പറേഷനും കഴിഞ്ഞ് 2 മാസം ലീവ് എടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ 2 ആഴ്ച പോലും എടുക്കാതെ എൻ്റെ വീട്ടിലെ ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ ഇതിനിറങ്ങി തിരിച്ചത്. ഈ കുഴിയിൽ നിന്നാണ് ഞാൻ ഈ കൊല വലിച്ച് കയറ്റി ഇവിടെ ചുമന്ന് വെച്ചത്. അതിപ്പം ഈ പറഞ്ഞ കണക്ക് കഴിഞ്ഞ പ്രാവശ്യം അള്ളായിരുന്നു, ഈ പ്രാവശ്യം ഇങ്ങനെ. അത് നമ്മൾ പിന്നെ ആരോടും ഒരു പരാതിയും പറഞ്ഞില്ല. ഞങ്ങൾ എങ്ങനെങ്കിലും അള്ള് കണ്ടുപിടിച്ച് ഞങ്ങൾ കൊല കയറ്റി വിട്ടു. ഇപ്പോൾ ഈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മഹാദ്രോഹമാണ് നമ്മളോട് ചെയ്യുന്നത്. EMS തുടങ്ങിയ ട്രേഡ് യൂണിയൻ്റെ തൊഴിലാളികളാണ് ഈ കൊല വെട്ടിവെക്കുകയും അത് ചുമന്ന് ഇവിടെ കയറ്റി വെക്കുകയും ചെയ്തത്. ഇത് മൊത്തം ഉരുട്ടി അവർക്കുള്ള അധ്വാനം മൊത്തം വിഫലമാവുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഇത് കാണുന്നത്. മൊത്തം ഉരുട്ടി താഴെ ഏറ്റവും താഴത്തെ ചതുപ്പിലാണ് പോയേക്കുന്നത്. ഇതിന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. കമ്പനിക്ക് ഭീമമായൊരു നഷ്ടമാണ് ഇതുമൂലം ഉണ്ടായിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒറ്റ ട്രേഡ് യൂണിയനും ഇതുവരെ പ്രതികരിച്ച് കണ്ടിട്ടില്ല. അപ്പം ഇത് ഈ ചെയ്ത ആരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ള മറ്റ് ട്രേഡ് യൂണിയൻ കാണിക്കുന്നതെന്നാണ് നമുക്ക് നിലവിലെ അവസ്ഥ വെച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. വെട്ടേറ്റ് തറയിൽ വീണ പ്രതീഷിനെ തൊഴിലാളികൾ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് പിന്നീട് പ്രതീഷിനെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ചാരായം വാറ്റി, കഞ്ചാവ്, വധശ്രമം ഉൾപ്പെടെ 5ഓളം ക്രിമിനൽ കേസുകളിൽ രതീഷ് പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. തടഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നല്ലെങ്കിൽ എനിക്ക് രണ്ടാമത് പിന്നെയും വെട്ടുള്ളൂ. അതുകൊണ്ട് മഴ ഞാൻ തടഞ്ഞുകൊണ്ട് ഇവൻ ഇടിച്ച് ഞാൻ ഇടി മൈൻഡ് ചെയ്തില്ല. കാര്യം പിന്നെ വെട്ടുകൊണ്ട് നമുക്ക് പിന്നെ പിടിച്ചിരിക്കാൻ പറ്റില്ല. അങ്ങനെ പരമാവധി മഴ തടഞ്ഞ് മഴ കയ്യിലാക്കി എൻ്റെ കൈ നിർത്തി. അവസാനം ഇവൻ നോക്കിയിട്ടുണ്ട്. ഇവൻ പറഞ്ഞ് ഇനി ഞാൻ ഒന്നും ചെയ്യത്തില്ല, നീ നിന്നെ വിട്ടേക്കാൻ പറഞ്ഞു. ഞങ്ങൾ എനിക്ക് നിന്നെ വിശ്വാസമുണ്ടെന്ന് ഇതെല്ലാം പറഞ്ഞ് വിശ്വാസമില്ല. അതല്ല എനിക്ക് നിൻ്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് ഇതൊന്നും തോന്നുന്നില്ല. പക്ഷെ ഇവൻ വെട്ട് കൊണ്ടുവരുന്നതാണ് വിചാരിച്ചത്. എനിക്കറിയാൻ പറ്റുമുണ്ടെന്ന്. പക്ഷെ ഞാൻ അന്നേരം നമ്മൾ ധൈര്യം കൈവിട്ട് കഴിഞ്ഞാൽ പിന്നെയും അറ്റാക്ക് കൂടും. എൻ്റെ കൂടെ ഒരു ചേച്ചിയുള്ളൂ, അവർ പെണ്ണുങ്ങളല്ലേ, അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ആ നിലവിളിച്ച് ഈ പറഞ്ഞ പോലെ സൂപ്പർവൈസറെ വിളിച്ച് അദ്ദേഹം പിന്നെ ഓടി വന്നാണ് രക്ഷിച്ചത്. നെൽസൺ അദ്ദേഹമാണ് പിന്നെ ഓടി വന്ന് പിന്നെ അയാള് സ്കൂട്ടിക്കകത്ത് ഈ സാധനം വിരോധം ഈ പറഞ്ഞാൽ ഇന്ന് കൊല. ഏരൂർ ഭാരതിപുരം നീരേറ്റുതടത്തിൽ ഓയിൽ പാമിനോട് ചേർന്ന് അനധികൃതമായി മാലിന്യ സംസ്കരണ പ്ലാന്റ് പ്രവർത്തിച്ചു വന്നത് കളക്ടർ ഇടപെട്ട് പൂട്ടിച്ചിരുന്നു. ഈ സംഭവത്തിലും രതീഷിനെതിരെ കേസ് നിലനിൽക്കുകയാണ്. നമുക്ക് കഴിഞ്ഞ ദിവസം ഏരൂർ ഓയിൽ ഫാമിലെ ഭാരതീപുരത്തെ BJPയുടെ സജീവ പ്രവർത്തകനും ഓയിൽ ഫാം തൊഴിലാളിയുമായ പ്രതീഷ് എന്ന നമ്മുടെ പ്രവർത്തകന് അതിദാരുണമായി രതീഷ് എന്ന കൊടും ക്രിമിനൽ അദ്ദേഹത്തിൻ്റെ ഗുണ്ടകളും ചേർന്ന് വെട്ടിക്കൊലപ്പെടുത്തുവാൻ ശ്രമിക്കുകയുണ്ടായി. അത്ഭുതകരമായ വിധത്തിലാണ് അതിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോഴും അദ്ദേഹം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഗുരുതരമായ മുറിവുമായി മരണത്തോട് മല്ലിട്ട് കഴിയുന്നൊരവസ്ഥയാണ്. നിലവിൽ ഏകദേശം 1 വർഷം മുമ്പ് നാട്ടുകാർ ഏകകണ്ഠേനെ വളരെ രീതിയിലൊരു പ്രക്ഷോഭം നയിച്ചു. ഈ ഓയിൽ ഫാമിൽ അനധികൃതമായി മാലിന്യങ്ങൾ കണക്കില്ലാതെ കൊണ്ടുവന്ന് അവിടെ ഒരു പന്നി ഫാം നടത്തുന്ന രീതിയിലുള്ള ഉടമയായ രതീഷ് അദ്ദേഹത്തിൻ്റെ പല മറ്റു തരത്തിലുള്ള എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങൾക്ക് ഉപദ്രവമാകുന്ന വിധത്തിൽ നമ്മുടെ മാലിന്യങ്ങൾ കുന്നുകൂടി നമ്മുടെ സാമൂഹിക വ്യവസ്ഥയ്ക്ക് മുഴുവനും തകരാറാകുന്ന രീതിയിൽ ശുദ്ധജല തടാകങ്ങൾക്ക് പോലും വലിയ രീതിയിൽ മാലിന്യം നിറയ്ക്കുന്ന രീതിയിലുള്ള ചില പ്രവൃത്തികൾ അവിടെ കണ്ടുവരുന്നുണ്ടായിരുന്നു.